ആ വിവേകിനെ ഒന്ന് കണ്ണ് വെച്ചേക്കണം. കാവ്യയുടെ വീടിനടുത്ത് നമ്മുടെ ഒരാളെ നിർത്തുക. അവിടെ എന്ത് നടന്നാലും ഞാൻ അറിയണം, ദേവ് കർശനമായി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ് ഇന്ന് മറ്റൊരു പെൺകുട്ടിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ച അവനെ എന്ത് ചെയ്താലും പാപമില്ലടാ എന്ന് മധുകർ പറഞ്ഞപ്പോൾ ദേവ് അയാളെ ഒന്ന് നോക്കിയ ശേഷം തൻ്റെ ജോലിയിൽ മുഴുകി. ശേഖർ വളരെ തളർന്നാണ് വീട്ടിലെത്തിയത്. ലക്ഷ്മി ഓടിച്ചെന്ന് കുടിക്കാൻ വെള്ളം കൊടുത്തു. പെട്ടെന്ന് ദേഷ്യം വന്ന ശേഖർ ആ ഗ്ലാസ് വലിച്ചെറിഞ്ഞു. അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ ലക്ഷ്മി ആകെ ഭയന്നുപോയി. കാവ്യ! ശേഖർ അലറി വിളിച്ചു. ശബ്ദം കേട്ട് കാവ്യ ഓടി പുറത്തേക്ക് വന്നു. ഇതിനിടയിൽ ലക്ഷ്മി വേഗം വന്ന് വാതിലുകളും ജനലുകളും അടച്ചു. ശേഖർ കാവ്യയുടെ കരണത്ത് ആഞ്ഞടിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള ആദ്യത്തെ അടിയിൽ അവൾ തകർന്നുപോയി. അവൾ നിലത്തേക്ക് വീണു. ഇപ്പോഴേ നിനക്ക് കല്യാണം കഴിക്കണമായിരുന്നടി ശപിക്കപ്പെട്ടവളെ. ഇത്രയും സ്നേഹത്തോടെ വളർത്തിയിട്ടും ഞങ്ങളെ വഞ്ചിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഈ കാര്യം പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ അഭിമാനം എന്താവും എന്ന് ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം നിലത്ത് കിടന്ന കാവ്യയുടെ കൈക്ക് പിടിച്ചുയർത്തി വീണ്ടും തല്ലി. താൻ ചെയ്ത കാര്യം അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് കാവ്യ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ഇത് സത്യമാണ് ലക്ഷ്മി, നമ്മളെയും നമ്മുടെ വീടിൻ്റെ അന്തസ്സിനെയും ചുട്ടുകരിക്കുന്ന സത്യം എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ശേഖർ സോഫയിലേക്ക് തളർന്നിരുന്നു. ലക്ഷ്മി നിർബന്ധിച്ച് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ നൽകി. നിങ്ങൾ വിഷമിക്കാതെ എന്താണ് ഉണ്ടായതെന്ന് പറയൂ പ്ലീസ് എന്ന് അവൾ അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. രാവിലെ ഞാൻ രഘുവിനോടൊപ്പം സബ് രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ നടന്ന വിവാഹങ്ങളുടെ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് നമ്മുടെ മകൾ വിവേക് എന്നൊരു പയ്യനെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞത്. അവരുടെ സിസ്റ്റത്തിൽ ആ വിവാഹ വീഡിയോയും ഞാൻ കണ്ടു. ലക്ഷ്മിക്ക് കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. ഇനി ബന്ധുക്കളോട് എന്ത് പറയും എന്നോർത്ത് അവൾ നിശബ്ദമായി പോയി. ഈ സമയത്താണ് ഹരി അവിടേക്ക് വന്നത്. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ലക്ഷ്മി ചെന്ന് വാതിൽ തുറന്നു. വീട്ടിലെല്ലാവരും വല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹരിക്കൊന്നും മനസ്സിലായില്ല. അമ്മേ, എന്താ പറ്റിയത്? അവൻ ചോദിച്ചു. ഇനി പാല് കുടിച്ച് വേഗം പോയിക്കോ എന്ന് അമ്മ തന്നെ പറയുന്നത് കേട്ട് അവൻ അത്ഭുതപ്പെട്ടു. എന്നും പഠിക്കാതെ ഗ്രൗണ്ടിൽ പോകുന്നത് കണ്ടാൽ വഴക്ക് പറയുന്ന അമ്മ ഇന്ന് അങ്ങോട്ട് പോകാൻ പറയുന്നത് കേട്ട് അവൻ എന്തോ ഒരു പന്തികേട് തോന്നി. സംശയത്തോടെ അവൻ വസ്ത്രം മാറാനായി മുറിയിലേക്ക് പോയി. അവിടെ നിലത്തിരിക്കുന്ന തൻ്റെ ചേച്ചിയുടെ അരികിൽ അവൻ ചെന്നു. ചേച്ചി, എന്തു പറ്റി? എല്ലാവരും എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അവൻ അവളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഹരി, നീ എനിക്കൊരു വാക്ക് തരുമോ? വിങ്ങിക്കരഞ്ഞുകൊണ്ട് കാവ്യ ചോദിച്ചു. പറയൂ ചേച്ചി, ഹരി മറുപടി നൽകി. ഒരു പക്ഷേ ഞാൻ ഇനി ഈ വീട്ടിലില്ലെങ്കിലും നീ എന്നെ വന്ന് കാണുമെന്നും ഇടയ്ക്ക് ഫോൺ വിളിക്കുമെന്നും എനിക്ക് വാക്ക് തരണം, അവൾ വിതുമ്പിക്കൊണ്ട് അപേക്ഷിച്ചു. ഹരി ആശ്ചര്യത്തോടെ അവളെ നോക്കി. ചേച്ചി, ഇതെങ്ങോട്ടാണ് പോകുന്നത്? നിന്നെ ആരാണ് തല്ലിയത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ തൻ്റെ ഷർട്ടിലെ ബട്ടൺസ് അയച്ചു. അപ്പോഴേക്കും ഡാ ഹരി, വേഗം വന്ന് പാല് കുടിച്ചിട്ട് പുറത്തേക്ക് പോടാ എന്ന് അമ്മയുടെ അലർച്ച കേട്ട് അവൻ വേഗം ബാത്റൂമിലേക്ക് കയറി. അവൻ ഫ്രഷായി തിരികെ വന്നപ്പോൾ അവളെ ചേർത്തിരുത്തി. നീ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ല. അറിയാതെ എന്തെങ്കിലും പറ്റിയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നീ എൻ്റെ ചേച്ചിയല്ലേ, ഞാൻ എങ്ങനെ നിന്നെ ഉപേക്ഷിക്കും? ഇതെന്താ വല്ല പ്രണയമാണോ? അവൻ തമാശ രൂപേണ ചോദിച്ചു. അവൾ തല കുലുക്കി സമ്മതിച്ചു. അച്ഛനെയും അമ്മയെയും നമുക്ക് സമ്മതിപ്പിക്കാം, നീയായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അവൻ ആശ്വസിപ്പിച്ചു. ഹരി, ഞാൻ ഇന്നലെ വിവാഹം കഴിച്ചു. ആ വിവരം അച്ഛൻ അറിഞ്ഞു. അതുകൊണ്ടാണ് എന്നെ തല്ലിയത്. തല താഴ്ത്തി വിതുമ്പിക്കൊണ്ട് അവൾ സത്യം വെളിപ്പെടുത്തിയപ്പോൾ ഹരി സ്തംഭിച്ചുപോയി. ഇത്ര എളുപ്പത്തിൽ വിവാഹം കഴിച്ചു എന്ന് നീ എങ്ങനെ പറയുന്നു കാവ്യ? നിനക്ക് അവനെക്കുറിച്ച് എന്തറിയാം? അവൻ നിന്നെ വഞ്ചിച്ചാൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു. ജോലി കിട്ടിയതിന് ശേഷം വിവാഹം കഴിച്ചാൽ പോരെ കാവ്യ? ഇതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ശരി, അമ്മയ്ക്ക് സംശയം തോന്നുന്നുണ്ടാവും, ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. തൻ്റെ അനിയൻ്റെ വാക്കുകൾ കേട്ട് കാവ്യ ആലോചനയിൽ മുഴുകി. ഹരി പോയ ഉടനെ വാതിലടിച്ച് ലക്ഷ്മിയും ശേഖറും മകളുടെ മുറിയിലേക്ക് വന്നു. മകളുടെ വെളുത്ത കവിളുകൾ അടികൊണ്ട് തടിച്ചു ചുവന്നിരിക്കുന്നതും അതിൽ തൻ്റെ വിരൽപാടുകൾ പതിഞ്ഞിരിക്കുന്നതും കണ്ടപ്പോൾ ശേഖറിന് സങ്കടം തോന്നി. കാവ്യ, അദ്ദേഹം വിളിച്ചു. കട്ടിലിരിക്കുകയായിരുന്ന കാവ്യ പെട്ടെന്ന് എഴുന്നേറ്റു. തൻ്റെ അച്ഛനെ കണ്ടതും അവൾ പേടിയോടെ പ്ലീസ് അച്ഛ, അറിയാതെ ചെയ്തു പോയതാണ്, എന്ന് അടിക്കരുത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ശേഖറിൻ്റെ ദേഷ്യം അടങ്ങുന്നതിന് മുൻപേ ലക്ഷ്മിയും വിവേകം മറന്ന് പെരുമാറാൻ തുടങ്ങിയതോടെ അല്പം ബോധം വീണ്ടെടുത്ത ശേഖർ ലക്ഷ്മി ഒരു വശത്തേക്ക് പിടിച്ചു മാറ്റി. ജനിച്ച അന്ന് മുതൽ അമ്മയുടെ കൈകളിൽ നിന്ന് സ്നേഹമല്ലാതെ മറ്റൊന്നും അറിയാത്ത കാവ്യയ്ക്ക് ആ അടികൾ താങ്ങാനായില്ല. അവൾ കട്ടിലേക്ക് വീണു. പൊട്ടിക്കരഞ്ഞപ്പോൾ കഴുത്തിലെ മഞ്ഞ താലി പുറത്തു വന്നു. അത് കണ്ട ശേഖർ സ്തബ്ധനായിപ്പോയി. കാവ്യ, ഈ താലി ഏതാണ്?
നിങ്ങൾ നടത്തിയത് രജിസ്റ്റർ വിവാഹമല്ലേ? അദ്ദേഹം പരിഭ്രമത്തോടെ ചോദിച്ചു. അച്ഛാ, അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വെച്ചും. അച്ഛൻ്റെ മുഖം കണ്ടതും പേടിയോടെ അവൾ വാക്കുകൾ മുഴുവിപ്പിക്കാനാവാതെ നിർത്തി. ഇവൻ ആരടാ, വലിയ ബുദ്ധിയുള്ളവനാണല്ലോ ഇവൻ എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. ശേഖരൻ്റെ ഉള്ളിലെ ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ പുകയായിരുന്നു. കാവ്യയുടെ കഴുത്തിലുള്ള ആ മഞ്ഞച്ചരട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു മുള്ളു പോലെ തറച്ചു. അദ്ദേഹം തൻ്റെ ശബ്ദം കടുപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. കാവ്യ, ആ താലി അറുത്തു മാറ്റുക. ഇന്നു മുതൽ അവനെ നിൻ്റെ ഓർമ്മകളിൽ നിന്ന് പോലും നീ മായ്ച്ചു കളയണം. ഇതെൻ്റെ അവസാനത്തെ തീരുമാനമാണ്.